എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുടെ അവലോകനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നേഷൻ ഫസ്റ്റ് പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഞാൻ എസ് ശ്രീകാന്ത്. ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒട്ടനവധി വാർത്തകൾ ഉള്ള ദിവസമാണ്. അപ്പോൾ അതിലെ ഓരോ വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. അതായത് ആദ്യത്തെ വാർത്ത FCRAയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി FCRAയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇന്നിപ്പോൾ സംഭവിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത, വിദേശ സംഭാവനകളിന്മേൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ FCRA2 പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. ഇതോടൊപ്പം 50 ലക്ഷത്തിലധികം പ്രവാസി ഇന്ത്യൻ പൗരത്വ കാർഡ് ഉടമകൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്ന ഇലക്ട്രോണിക് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡും അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പേപ്പർ വർക്കുകൾ കുറയ്ക്കാനും പൗരസേവനങ്ങൾ മെച്ചപ്പെടുത്താനും വിദേശ സംഭാവനകളുടെയും OCI സംബന്ധമായ നടപടികളുടെയും മേൽനോട്ടം കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ വലിയ എതിർപ്പുയർത്തുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഒരു വശത്ത് നിങ്ങളുടെ കള്ളങ്ങൾ മറയ്ക്കാൻ, നിങ്ങൾക്ക് വരുന്ന ഫണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിന് നൽകാതിരിക്കാൻ, ഇത്രയും കാലം നിങ്ങൾ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ തുടരുന്നതിന് വേണ്ടി നിങ്ങൾ എത്ര തന്നെ പ്രഷർ ഇട്ടാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അതോടൊപ്പം ഇന്റലിജൻസ് ബ്യൂറോ ചീഫും ഒക്കെയാണ് ഈ പരിപാടി നടക്കുമ്പോൾ അമിത്ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഈ FCRA2 എന്ന പോർട്ടൽ വിദേശത്ത് നിന്നും നിങ്ങൾക്ക് വരുന്ന ആ പൈസയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും എന്തെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസ് നടത്തുകയാണെങ്കിൽ കയ്യോടെ പിടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ വിരട്ടലും വിലപേശലുമൊക്കെ അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പ്. ജമ്മു കശ്മീരിലെ കൊടും ഭീകരരെ 370-ാം വകുപ്പ് അബ്രഗേറ്റ് ചെയ്ത് അടിച്ചമർത്തിയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദന്തേവാഡയിലെ റെഡ് കോറിഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കടന്നു കയറി മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്ത വ്യക്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അപ്പോൾ വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ ഈ കഴിഞ്ഞ മാർച്ച് വരെ ഈ വർഷം മാത്രം വന്നത് 22,000 കോടിയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് സേവന പ്രവർത്തനമാണ് ഈ പണം കൊണ്ട് ഈ രാജ്യത്ത് നടത്തുന്നത് എന്ന് കഞ്ഞിവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാം. ഛത്തീസ്ഗഡിലൊക്കെ ഞാനും പോയിരുന്നതാണ്. നിങ്ങൾ ഈ സേവനത്തിന്റെ മറവിൽ അവിടെ നടത്തുന്ന മതപരിവർത്തനം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഇനി ആ പരിപാടി നടക്കില്ലെന്നേ, അത് കയ്യോടെ പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയമൊക്കെ വരുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി ഏകകണ്ഠമായി കേരള നിയമസഭ പ്രമേയം പാസാക്കി എന്ന് കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന് ആശ്വസിക്കാം. 3 എണ്ണം പറഞ്ഞ MLA-മാരുടെ എതിർപ്പ് അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കർശനമായ നടപടികളുമായി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയുമാണ്. എനിക്ക് ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരോടാണ് ചോദിക്കാനുള്ളത്. മറ്റെല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട സമുദായങ്ങളിൽപ്പെട്ടവർക്കും കണക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ കണക്ക് ചോദിക്കുമ്പോൾ ഈ ഉൾക്കിടിലം, ഈ ഭയം? അത് മാറ്റിവെച്ച് ആ കണക്ക് കൊടുത്താൽ എല്ലാ പ്രശ്നവും കഴിയും. നിങ്ങളെ ആരും ഉപദ്രവിക്കാനും വരില്ല. ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾക്ക് നേരെ സംശയമുന ഉയരുന്നത് നിങ്ങളുടെ ഈ പ്രസ്താവനകളും പെരുമാറ്റവും കൊണ്ട് മാത്രമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അയോധ്യയിൽ നിന്നുള്ള വാർത്ത ഓരോ ദിവസവും പ്രിയ പ്രേക്ഷകരിലേക്ക് അവിടെ നിന്നുള്ള കൃത്യമായ വാർത്തകൾ ജനം TV എത്തിക്കുന്നതായിരിക്കും. ഒരു വാർത്ത പോലും, ഏതെങ്കിലും തരത്തിൽ ഇൻഫോർമേറ്റീവായ ഒരു വാർത്ത പോലും ജനം TV അറിഞ്ഞുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാതെ ഇരിക്കില്ല. അയോധ്യയിൽ നിന്നുള്ള വാർത്ത ഇതാണ്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജൂലൈ 6-ന് യോഗം ചേരാൻ സാധ്യത എന്നതാണ് വാർത്ത. ക്ഷേത്രത്തിലെ സംഭാവന മോഷണ വിവാദത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും സമർപ്പിച്ച രാജികളിൽ തീരുമാനമെടുക്കാനാണ്
യോഗം പ്രധാനമായും ചേരുന്നത്. ഇരുവരുടെയും രാജി ട്രസ്റ്റ് അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും സൂചനകളിൽ പറയുന്നുണ്ട്. ഇരുവരുടെയും രാജി അംഗീകരിച്ചാൽ ട്രസ്റ്റിൽ 3 ഒഴിവുകൾ വരും എന്നതാണ് വാർത്ത. അംഗമായിരുന്ന വിമലേന്ദ്ര മോഹൻ പ്രതാപ് മിശ്രയുടെ മരണത്തെ തുടർന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ ഏകദേശം 1 വർഷമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ്, അംഗം കെ പരാശരൻ എന്നിവർ ഉൾപ്പെടെ ചില ട്രസ്റ്റിമാർ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് സജീവവുമല്ല. ട്രസ്റ്റിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. ഇതിന് വിശ്വഹിന്ദു പരിഷത്തിന്റെ പിന്തുണയും ഉണ്ട്. അപ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ മോഷണം നടത്തിയതായാലും മുകൾ തട്ടിലുള്ള ആളുകൾക്ക് നിരീക്ഷിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുമുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്നാണ് വിശ്വഹിന്ദു പരിഷത്തും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത്. അതിനാൽ തന്നെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് വിശ്വഹിന്ദു പരിഷത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാർ ഈ വിഷയത്തിൽ കർശനമായി ഇടപെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ 500 കൊല്ലക്കാലമായി നടന്ന പോരാട്ടത്തിനൊടുവിൽ ഈ ഭവ്യമായ രാമക്ഷേത്രം പണിതുയർത്തുന്നതിന് ഈ പറഞ്ഞ ആളുകളും സംഘടനകളുമാണ് ചോരയും വീർപ്പും ഒഴുക്കിയത് എന്നുള്ളത് ഓർക്കണം. ഈ പശ്ചാത്തലത്തിലാണ് അവരുടെ കർശനമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതും. നമുക്ക് ഈ യോഗത്തിന് ശേഷം ഈ അയോധ്യയിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളും കാർമേഘമൊഴിയുന്ന എല്ലാം തെളിഞ്ഞ് ശാന്തമാകുന്ന ഒരു സാഹചര്യം, അന്തരീക്ഷം ഉരുത്തിരിയും എന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അതായത് VBG റാംജി ലൈവ് ആ ഒരു വാർത്തയാണ്. ഇന്നു മുതൽ അത് നമ്മുടെ ഈ രാജ്യമൊട്ടാകെ അത് ലൈവായി തുടങ്ങുകയാണ്. നമുക്ക് അറിയാം, നേരത്തെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ ഉണ്ടായിരുന്ന പദ്ധതിയാണ് കൂടുതൽ കാര്യക്ഷമമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അതാണ് ഇന്നു മുതൽ നടപ്പായി തുടങ്ങുന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന പദ്ധതി ഇന്നു മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. നിയമം നടപ്പാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം നിലവിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 100 ദിവസത്തെ വേതനത്തോടെയുള്ള തൊഴിൽ എന്നത് 125 ദിവസമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് VBG റാംജി വരുന്നത്. അതായത് 100 ദിവസത്തെ തൊഴിലായിരുന്നു നേരത്തെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നൽകിയിരുന്നെങ്കിൽ ഈ VBG റാംജി 125 ദിവസത്തെ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പുതിയ സംവിധാനത്തിലേക്കുള്ള സുഗമമായ മാറ്റം ഉറപ്പാക്കുന്നതിനും തൊഴിലാളികൾക്ക് സമയബന്ധിതമായി വേതനം നൽകുന്നതിനും പദ്ധതി പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നതിനുമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇടക്കാല ധനവിഹിതം നൽകിയതായും മന്ത്രാലയം അറിയിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരോടും ഉള്ള ഒരു അപേക്ഷയാണ്. പണം നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ VBG റാംജി കർശനമായി കൃത്യമായി നടപ്പാക്കി 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ദിവസത്തെ തൊഴിലായി നമ്മുടെ അവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടുന്നതിനുള്ള സൗകര്യം ഒരുക്കണം. വെറുതെ ഈ കേന്ദ്രത്തെ പഴി പറയാൻ നടക്കുന്നതിന് മുൻപ് കിട്ടിയ പൈസ അത് കിട്ടിയെന്ന് സമ്മതിക്കാനും അത് ചിലവഴിക്കാനുമുള്ള സൗമനസ്യം കാണിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ. അതായത് ജപ്പാൻ പ്രധാനമന്ത്രി സനായെ തകൈച്ചി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും എന്നതാണ് വാർത്ത. അധികാരമേറ്റതിന് ശേഷം ഭാരതത്തിലേക്കുള്ള അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനം ആണിത്. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധ സഹകരണം, സെമി കണ്ടക്ടറുകൾ, AI, നിർണായക ധാതുക്കൾ, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടക്കും എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇരു നേതാക്കളും ചേർന്ന് 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കും. ന്യൂഡൽഹിയിലും ടോക്കിയോയിലുമായി മാറി മാറി നടക്കുന്ന ഈ ഉച്ചകോടി ഇരു രാജ്യങ്ങളുടെയും പരമോന്നത ഉഭയകക്ഷി ചർച്ചാ വേദിയാണ്. വ്യാപാരം, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധ സഹകരണം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാകും. ഈ ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യവും
അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയുമാണ് ഭാരതം. വികസിത രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. നമ്മളുടെ പരമ്പരാഗത സുഹൃത്താണ്. അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നതും ഇത്തരം കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നതും നമ്മുടെ വികസന കാര്യത്തിൽ മുന്നോട്ടുള്ള കുതിപ്പിന് വളരെ ഗുണം ചെയ്യും എന്നതാണ് പ്രതീക്ഷ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടക്കം കൂടിക്കാഴ്ചയുണ്ടാകും. 3 ദിവസം ജാപ്പനീസ് പ്രധാനമന്ത്രി ഭാരതത്തിൽ ചിലവഴിക്കുകയും ചെയ്യും. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ക്ഷേത്ര പൂജാരിയായ യുവാവിനെ ജിഹാദി സംഘം തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 25 വയസ്സുകാരനായ സുഭാഷ് ദേവുരി ജഗന്നാഥ് സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥി കൂടിയാണ്. പൂജാരിയാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. സുഭാഷിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റുകയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടാൻ നിർബന്ധിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. ധാക്കയിലെ ഒരു തെരുവിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന സുഭാഷിനെ സുഹൃത്തുക്കൾ കണ്ടെത്തി ഉടൻ ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബംഗ്ലാദേശിലെ കാര്യം നമുക്കറിയാം. അവിടെ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായമാണ്. അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ ഈ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിന് ശേഷം അനുഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ സമാനതകളില്ലാത്തതാണ് എന്ന് പറയാതെ വയ്യ. ഗാസയിലെ ആളുകളെ കുറിച്ച് വേവലാതിപ്പെടുന്ന സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനം, കൊടും ക്രൂരതകളെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഗർഭിണികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അവരുടെ ഭർത്താക്കന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തുക, പൂജാരിമാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതത്തിന്റെ പേരിൽ കൊണ്ടുപോയി തല്ലി ചതയ്ക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുക എന്നൊക്കെയാണ് അവിടെ നടക്കുന്നത്. നേരത്തെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ, നമ്മുടെ കേരളത്തിലും അവരുണ്ട് എന്നോർക്കണം, ഭയത്തോടെ ഓർക്കണം. ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവിടുത്തെ ഹിന്ദു വീടുകളിൽ കടന്നു കയറി ക്രൂരത അഴിച്ചുവിടുന്ന, കൊടിയ പീഡനം അഴിച്ചുവിടുന്ന വാർത്തകൾ തുടർച്ചയായി ബംഗ്ലാദേശിൽ നിന്നും വന്നതാണ്. മഹാഭൂരിപക്ഷമായ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനമാണ്. പക്ഷേ ഇവിടെ ഗാസയ്ക്ക് വേണ്ടി കഴിഞ്ഞയിടെ ശബ്ദമുയർത്തിയ സോണിയാഗാന്ധിയോടാണ് ചോദിക്കാനുള്ളത്, ഇതൊന്നും നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചശക്തിയില്ലേ എന്നുള്ളതാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദു വിഭാഗങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിൽ അങ്ങേയറ്റം അവർക്കുള്ള പിന്തുണ അറിയിക്കുന്നു. അവർക്കൊപ്പമാണ് ഈ രാജ്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർക്ക് മാനസികമായ എല്ലാ പിന്തുണയും ഈ രാജ്യം നൽകുകയും ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കർണാടകത്തിൽ നിന്നുള്ള വാർത്തയാണ് അത്. കർണാടകത്തിൽ SIR നടപടികൾക്ക് തുടക്കമായി എന്നതാണ് വാർത്ത. മുഖ്യമന്ത്രി DK ശിവകുമാർ സ്വന്തം നിലയിൽ നടപടികൾക്ക് തുടക്കം കുറിച്ചു. പട്ടികയിൽ പേരില്ലാത്തവർക്ക് സർക്കാർ സഹായങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇതൊരു ബിഗ് ബ്രേക്ക് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം SIRനെതിരെ അതിശക്തമായി രംഗത്ത് വന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയൊക്കെ ഇതിനെതിരെ അതിശക്തമായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. അവരുടെ സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പോലും ഈ വിഷയത്തിൽ സമരം ചെയ്യുന്നതിനിടെയാണ് കർണാടകത്തിൽ ഈ ഒരു ഭിന്നാഭിപ്രായം വരുന്നത്. കഴിഞ്ഞ ദിവസം അവിടുത്തെ PCC അധ്യക്ഷനും രംഗത്ത് വന്നത് SIRനെ പിന്തുണച്ചാണ്. ഇതാ ഇപ്പോൾ ഈ കർണാടകത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി DK ശിവകുമാറും SIRന് സമ്പൂർണ്ണ പിന്തുണയുമായി വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ ആദ്യം ഈ SIR നടപടികളിൽ ഭാഗമായി. ഒപ്പം തന്നെ ഇതിൽ ഭാഗവാക്കാകണമെന്ന് അവിടുത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് DK ശിവകുമാർ. ഇനി സഹകരിക്കാതെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്തായാലോ നിങ്ങൾക്കൊരു തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളും നൽകില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് DK ശിവകുമാർ. DK ശിവകുമാറിന് ഈ SIRന്റെ പ്രാധാന്യം മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ BJP സർക്കാരുകളെക്കാൾ കർശനമായി SIR നടപ്പാക്കുന്ന സംസ്ഥാനമായി മാറുകയാണ് കർണാടകവും. മുഖ്യമന്ത്രിയായി മാറുകയാണ് DK ശിവകുമാർ. രാഹുൽ ഗാന്ധിക്ക് തോന്നാത്ത വെളിപാട് DK ശിവകുമാറിന് തോന്നിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഉപദേശം നൽകാൻ DK ശിവകുമാറിന് സാധിക്കുമെങ്കിൽ ഈ ഒരു അവസരത്തിൽ അത് ചെയ്യണം എന്നാണ് പറയാനുള്ളത്.
പക്ഷേ അതിനുശേഷം DK ശിവകുമാർ ആ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ഇത് വല്ലാത്തൊരു അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ. BJP സർക്കാരുകളെക്കാൾ മുന്നിൽ നിന്ന് കോൺഗ്രസിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉയർന്നു വരികയാണ്. ഇതാ DK അത് നടപ്പാക്കാനും പോകുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 16 മിനിറ്റുകൾ ആയിരിക്കുന്നു. ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം നേഷൻ ഫസ്റ്റിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം എന്ന് തോന്നുന്നു. അതായത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഭീകരവാദികൾക്ക് നിരന്തരം താവളമൊരുക്കുന്ന പാകിസ്ഥാനെ കടന്നാക്രമിക്കാൻ, ആഗോളതലത്തിൽ കടന്നാക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം എന്നതാണ് ആ വാർത്ത. ഭീകരവാദികൾക്ക് നിരന്തരം താവളമൊരുക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാനെ ആഗോളതലത്തിൽ വീണ്ടും പൂട്ടാൻ കടുത്ത നീക്കവുമായി ഭാരതം എന്നതാണ് വാർത്ത. അന്താരാഷ്ട്ര തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളും നിരീക്ഷിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിർണായക യോഗത്തിൽ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഭാരതം ശക്തമായി ആവശ്യപ്പെടും എന്നുള്ളതാണ് റിപ്പോർട്ട്. പാക് മണ്ണിൽ ഭീകര സംഘടനകൾ ഇപ്പോഴും സജീവമാണെന്നും അവർക്ക് പാക് ഭരണകൂടത്തിന്റെ പരസ്യ പിന്തുണയുണ്ടെന്നും വ്യക്തമാക്കുന്ന കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ആഗോള സംവിധാനത്തിന് മുന്നിൽ ഭാരതം ഹാജരാക്കും എന്നതാണ്. ഈ സിന്ധു നദിയിൽ നിന്നും ജലം നൽകുന്നില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഭാരതത്തിനെതിരെ ഒരു നീക്കം നടത്താൻ രംഗത്ത് വരുന്നുണ്ട്. നമുക്കറിയാം, ചോരയും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്ന ജലം ഭാരതം നിയന്ത്രിക്കുകയുണ്ടായത്. അതിൽ പാകിസ്ഥാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും നമ്മൾ വഴങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ 26 ആളുകളെയാണ്, പൗരന്മാരെയാണ് പാക് ഭീകരർ, പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് നമ്മൾ പോയതും. അവിടെ കൃഷി ആവശ്യത്തിനോ വ്യാവസായിക ആവശ്യത്തിനോ പാകിസ്ഥാനിൽ വെള്ളമില്ലാതെ അവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഭാരതത്തിനെതിരെ ഈ രീതിയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തെ ഒറ്റപ്പെടുത്താൻ പാകിസ്ഥാൻ ഒരു നീക്കം നടത്തിയത്. അതിന് ചെക്ക് വെച്ചിരിക്കുകയാണ് ഭാരതം. അതായത് ഇവർ കൊടും ഭീകര സംഘടനകളെ സഹായിക്കുന്നതിന്റെ തെളിവുകളടക്കം ആഗോള സംവിധാനങ്ങൾക്ക് മുന്നിൽ, സംഘടനകൾക്ക് മുന്നിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ഇനി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട ഒരു കാര്യവുമില്ല. എണ്ണം പറഞ്ഞ ഭീകരർ, കൊടും ഭീകരർ താവളമാക്കിയിട്ടുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ. അമേരിക്ക ഈ ലോകം മുഴുവൻ അൽ-ഖ്വയ്ദ തലവനെ ഒസാമ ബിൻ ലാദനെ തെരയുമ്പോൾ അബോട്ടാബാദിൽ അയാൾക്ക് സുരക്ഷിത താവളമൊരുക്കിയ ആളുകളാണ് പാകിസ്ഥാൻ എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ബുള്ളറ്റിൻ, ഈ സെഗ്മെന്റ് അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒരു വാർത്ത കൂടി ഉണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത കൂടിയാണ് അത്. വാണിജ്യ സിലിണ്ടറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്കറിയാം, ഈ ഹോർമുസ് കടലിടുക്കിൽ കടന്ന് ഇങ്ങോട്ടേക്ക് ഗ്യാസും അതോടൊപ്പം ക്രൂഡ് ഓയിലും ഒന്നും വരാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ആ സമയത്ത് നമുക്ക് വാണിജ്യ സിലിണ്ടറിന്റെ തുക കുറച്ച് കൂട്ടേണ്ട സാഹചര്യം വന്നിരുന്നു. അത് ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും ഇവിടേക്ക് ഗ്യാസ് എത്തിത്തുടങ്ങുകയും ചെയ്തതോടെ അത് കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൂട്ടിയ തുക അതുപോലെ തന്നെ കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ ആശ്വാസകരമായ കുറവ് വരുത്തിയിരിക്കുന്നു. 183 രൂപ 50 പൈസയാണ് നിലവിൽ വാണിജ്യ സിലിണ്ടറിന് കുറച്ചിട്ടുള്ളത്. നേരത്തെ എണ്ണക്കമ്പനികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ കുറവ് വരുത്തിയത്. അപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കിയ കാര്യമാണ് ഈ വാണിജ്യ സിലിണ്ടറിന് വില കൂടിയാൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലയും ഉയരും എന്ന്. മറ്റ് ഒരു പോംവഴിയുമില്ലാത്ത പശ്ചാത്തലത്തിലാണ് ഭാരതം ഈ കേന്ദ്ര സർക്കാർ അങ്ങനെയൊരു വില കൂട്ടലിലേക്ക് പോയത്. ഈ വില കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഹോട്ടലുകൾ ഇനി വില വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അത് കുറയ്ക്കുന്നതിന് തയ്യാറാകണം. കാരണം വാണിജ്യ സിലിണ്ടറിന്റെ വില 183 രൂപ 50 പൈസ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും എണ്ണക്കമ്പനികളുമായി നടക്കുകയാണ്. അധികം വൈകാതെ ആ വാർത്തയും പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. ആപത്ത് കാലത്ത് വേറെ വഴിയില്ലാതെ, പോംവഴിയില്ലാതെയാണ് കേന്ദ്ര സർക്കാർ അത് ചെയ്തതെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ മാറിയപ്പോൾ പൊതുജനങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിൽ ആ നിലപാട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്.
ഇന്ന് രാത്രി 9:30 ഈ ഒരു ദിവസം സംഭവിച്ച മുഴുവൻ ദേശീയ വാർത്തകളും കോർത്തിണക്കിയുള്ള ബുള്ളറ്റിൻ നേഷൻ പ്ലസുമായി വീണ്ടും കാണാം. നാളെ രാവിലെ 8 മണിക്ക് നേഷൻ ഫസ്റ്റുമായി വീണ്ടും ചേരുകയും ചെയ്യും. ദേശീയ തലത്തിലെ മുഴുവൻ വാർത്തകളും ഒരു ദിവസം രാവിലെയും വൈകിട്ടുമായി കാണുന്നതിനും സമഗ്രമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിനുമായി ജനം ടിവിയുടെ ഈ 2 ബുള്ളറ്റിനുകളും മറക്കാതെ കാണുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ 2 ബുള്ളറ്റിനുകളും മനോഹരമാക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് പ്രചോദനമാകുന്നതും. അപ്പോൾ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആങ്കർമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും നിങ്ങൾക്കൊപ്പം ചേരും. ഇടവേള.